ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ കുറച്ച് റംബൂട്ടാൻ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴത്തെ കുഞ്ഞ് ഇവിടെ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇരിപ്പുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം കളിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇവളുമാർ രണ്ടും കൂടെ ഒരു ഊഞ്ഞാലുണ്ട്. ഇത് കുഞ്ചുവിൻ്റെ ഊഞ്ഞാലാണേ. അതിൽ രണ്ടുപേരും കൂടെ കയറിയിരിക്കുകയാണ്. വിസ്മയക്ക് വലിയ വയറ്റില്ലാത്തതുകൊണ്ട് രണ്ടുപേരെയും ആ ഊഞ്ഞാൽ താങ്ങുമായിരിക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കന്ന് റംബൂട്ടാൻ പറിക്കാൻ പോകാമെന്ന് പറഞ്ഞു. വലിയ റംബൂട്ടാൻ മരം കേട്ടോ ഈ നിൽക്കുന്നത്. പക്ഷെ മരം നമ്മുടെ അടുത്താണെങ്കിലും അത് റംബൂട്ടാൻ പഴുത്ത് കിടക്കുന്നതൊക്കെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ. അതായത് അങ്ങോട്ട് ചാഞ്ഞ് കിടക്കുവാണ് റംബൂട്ടാനെല്ലാം. അപ്പോൾ പഴങ്ങൾ മുഴുവൻ അവരുടെ മുറ്റത്തായിരിക്കും നിൽക്കുന്നത്. അപ്പം മരം മാത്രം നമ്മുടെ സൈഡിലും. അങ്ങനെയാണ്. എന്നാൽ കുറച്ച് പഴം പറിക്കാമെന്നോർത്ത് ഞങ്ങൾ അവരുടെ മുറ്റത്തോട്ട് ചാടാനായിട്ട് ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വിസ്മയാണെങ്കിൽ അവളെ പിടിച്ച് താഴോട്ട് ചാടിക്കാൻ നോക്കി. അങ്ങനെ ഒരു വിധത്തിൽ ഇറക്കി. അങ്ങനെ വിസ്മയായും ചാടി കേട്ടോ. കണ്ടോ, നിറയെ പഴുത്ത് നിൽപ്പുണ്ട്. ഇഷ്ടംപോലുണ്ട്. ബഡ് തൈയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ അടർന്ന് വരുന്ന രീതിയിലുള്ള റംബൂട്ടാനാണ്. കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു തോട്ടിയായിട്ടാണ് കേട്ടോ പോയത്. ഞാനിങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. വിസ്മയാണ് പറിക്കുന്നത്. കുറച്ചൊക്കെ ആദ്യം ഇങ്ങനെ വരുന്നില്ല, ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വരുന്നൊന്നുമില്ലായിരുന്നു. പിന്നെ അവൾ ഒരു വിധത്തിൽ കുറേയൊക്കെ പറിച്ചെടുക്കുവാൻ നോക്കിയേ. കുറേയൊക്കെ പറിച്ചെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. ഈ സമയം എന്ന് പറഞ്ഞാൽ റംബൂട്ടാൻ സീസണാണല്ലോ. റംബൂട്ടാൻ സീസൺ ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള റംബൂട്ടാനൊക്കെ കിട്ടും. നമ്മുടെ അടുത്തുള്ള വീടുകളിലൊക്കെ വലയിട്ട് നിർത്തിയേക്കും ഇത് കച്ചവടത്തിനായിട്ട് കേട്ടോ. നമുക്ക് അതിനുള്ളത് മാത്രം ഇല്ല. കുറച്ച് റംബൂട്ടാനൊക്കെ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ളതേ ഉള്ളൂ. കുഞ്ഞിന് നമ്മൾ കൊടുക്കാറില്ല. ഇങ്ങനെ വായിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ കേട്ടോ. ഒന്നാമത് റംബൂട്ടാനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. തൊണ്ടയിൽ പോകുമെന്നുള്ളൊരു ടെൻഷൻ, പിന്നെ കഫക്കെട്ട് ഒക്കെ ഉണ്ട്. ഞാനപ്പോൾ പറയുന്നുണ്ട് ജസ്റ്റ് അവിടെ വായിലിങ്ങനെ വെച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല, പെട്ടെന്ന് വലിച്ചാലോ തൊണ്ടയിൽ കുടുങ്ങുകയല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ റംബൂട്ടാൻ പറിച്ചിട്ട് അതിൻ്റെ നല്ല കളറാണ് കേട്ടോ. കഴിക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ പറിക്കാൻ പറഞ്ഞു. അത് പെട്ടെന്ന് നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അത് തീർന്നു പോകില്ല. അങ്ങനെ കുറച്ചൊക്കെ പറിക്കുന്നതിനിടയിൽ തന്നെ ഇരുന്ന് കുറേയൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ബഡ് തൈ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കഴിക്കാൻ കണ്ടോ. അങ്ങനെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരെണ്ണം എടുത്ത് ഞാൻ ആദ്യം ഒന്ന് കഴിച്ച് നോക്കാടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് എടുത്തിട്ട് ഞങ്ങളുടെ ഈ മതിലിൻ്റെയൊക്കെ സൈഡിൽ വന്നിങ്ങനെ ഇരുന്ന് കഴിക്കട്ടോ. അപ്പോൾ നല്ല മധുരമുണ്ട്. അടർന്ന് വീഴുന്നതുകൊണ്ട് പിള്ളേർക്കാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. പേടിക്കാണ്ട് കൊടുക്കാം. അപ്പോൾ ഇവളാണല്ലോ അത് കുഞ്ചുവിനോട് ഞാൻ പറയുന്നുണ്ട് കടിച്ച് തിന്നണം. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര വഴക്കായി തുടങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.